അസ്സലാമു അലൈക്കും. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തിനടുത്ത സ്ഥലമാണ് പുത്തനങ്ങാടി. അവിടെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി നാടുവാഴിയോട് പൊരുതി മരിച്ചവരാണ് ഇവിടുത്തെ 17 ശുഹദാക്കൾ. അനവധി മഹാന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പള്ളിയാണിത്. ഗേറ്റ് കടന്നാൽ പള്ളിയിലെ സന്ദർശന കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് കാണാം. പടിപ്പുര പള്ളിയും പഴയ പള്ളിയും അതിനു മുന്നിലെ 7 ശുഹദാക്കളുടെ കബറിടവും തെക്ക് ഭാഗത്തുള്ള ഹസൻ മല്ലയുടെ കബറിടവും കാണാം. നേരെ കാണുന്നത് ആദ്യ ഷഹീദ് ഉസ്മാൻ കാസിയുടെയും 9 ശുഹദാക്കളുടെയും മക്ബറയാണ്. വടക്കു ഭാഗത്തോട്ട് തിരിഞ്ഞാൽ പുത്തൻ പള്ളിയിലേക്ക് പോകാം. ആ വഴിയിലാണ് പോക്കർ മൂപ്പരുടെയും അവരുടെ ഉമ്മയുടെയും സഹോദരിയുടെയും അബ്ദുള്ള ഖാസിയുടെയും ജിഫിർ തങ്ങളുടെയും മറ്റു സഹദാത്തുക്കളുടെയും കബറിടം ഉള്ളത്. പുത്തൻ പള്ളിക്ക് പിറകിലായി ഷുഹദ ഇസ്ലാമിക് കോളേജും സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 900 വർഷം മുമ്പാണ് ഈ സംഘർഷം നടന്നത്. മുസ്ലിങ്ങളോട് ശത്രുത പുലർത്തിയിരുന്ന നാടുവാഴി പള്ളിയിൽ ഉറങ്ങിക്കിടന്ന പ്രഥമ ഗാസി ഉസ്മാൻ റളിയല്ലാഹു എന്നിവരെ കൊല്ലുകയും പള്ളി കത്തിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ പോക്കർ മൂപ്പർ എന്ന ധീരയോദ്ധാവ് ഇതിന് കാരണക്കാരനായ നാടുവാഴിയെ വധിച്ചു തല പള്ളിക്ക് മുമ്പിലെ നാട്ടുകല്ലിൽ വെച്ചത്രേ. 9 ശുഹദാക്കളുടെ മൃതദേഹമാണ് ആദ്യം കബറടക്കിയത്. മാസങ്ങൾക്ക് ശേഷമാണ് കിണറ്റിൽ 7 പേർ കൂടി ഉള്ളത് അറിഞ്ഞത്. അതിനുശേഷം അവരെ പഴയ പള്ളിയുടെ മുമ്പിൽ കബറടക്കി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ മൃതദേഹങ്ങൾക്ക് യാതൊരു കേടുപാടും വന്നിരുന്നില്ല. മാത്രമല്ല അപ്പോൾ മരിച്ച പോലെ രക്തം വാർന്നുപോയും ചെയ്തതായി പറയുന്നു. പോക്കർ മൂപ്പർ അതിനുശേഷം 2 പള്ളി പണിതു. ഒരു പള്ളിക്ക് പകരം 2 പള്ളി പണിതു. ഇവിടെ മമ്പറം ജിഫ്രി കബീലയിലെ ഒരു തങ്ങളടക്കം മറ്റു സാദാത്തുകളുടെയും കബറിടം കാണാം. ഇവിടുത്തെ 6ാമത്തെ ഖാദിയായ അബ്ദുള്ള മുസ്ലിയാരുടെ കബറിടവുമുണ്ട്. അദ്ദേഹം സൂഫിയും മമ്പറം തങ്ങളുടെ ഗുരുവും ടിപ്പുവിൻ്റെ കൊട്ടാര മുഫ്തിയുമായിരുന്നു. അനവധി വർഷങ്ങൾ ടിപ്പുവിനു വേണ്ടി സേവനം ചെയ്തുവെങ്കിലും ടിപ്പുവിൻ്റെ കീഴിൽ തുടർന്ന് സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. ടിപ്പുവിൻ്റെ നിർബന്ധം പരിഗണിക്കാതെ അദ്ദേഹം സമ്മതം ചോദിക്കാതെ നാട്ടിലേക്ക് വന്നു. ടിപ്പു ഇതിനെ ശിക്ഷിച്ചത് ഒരു കാൽ മുറിച്ചു മാറ്റിയാണ്. അതിനാൽ കാലില്ലാത്ത ഉപ്പാപ്പ എന്നും അബ്ദുള്ള മുസ്ലിയാരെ അറിയപ്പെടുന്നുണ്ട്. ജീവിതകാലത്തും മരണശേഷവും അനവധി കറാമത്തുകൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതായി പറയപ്പെടുന്നു. തൊട്ടടുത്ത് തന്നെ പോക്കർ മൂപ്പരുടെ കബറിടം കാണാം. അതോടൊപ്പം സഹോദരിയുടെയും ഉമ്മയുടെയും കബറിടവും കാണാം. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടത്തിൻ്റെ വലതുഭാഗത്തായിട്ടാണ് നാടുവാഴിയുടെ തല വെച്ച കല്ല് കാണുന്നത്. നിരവധി മുസ്ലിങ്ങൾ ശുഹദാക്കളായെങ്കിലും പോക്കർ മൂപ്പനിലൂടെ മുസ്ലിങ്ങൾ ആത്മാഭിമാനം തിരിച്ചുപിടിച്ചു. പഴയ പള്ളിയുടെ തെക്ക് ഭാഗത്തായി അലി ഹസൻ മുല്ലയുടെ കബറിടം കാണാം. ആദ്യം ഈ കബർ ആരുടേതാണെന്ന് അറിയുമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് പുതിയ മയ്യിത്ത് മറമാടാൻ വേണ്ടി ഈ കബർ തുറക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഖുർആൻ ഓതുന്ന ശബ്ദമായിരുന്നു അത്. ഖബർ കൂടുതൽ പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ കിടക്കാനും സമ്മതിക്കില്ല എന്ന് ഒരു ശബ്ദമുണ്ടായി. ഖബർ പൊളിക്കാൻ ശ്രമിച്ചവർ നശിക്കാത്ത ഒരു ശരീരമാണ് അവിടെ കണ്ടത്. അന്വേഷണത്തിൽ ഒരു ഖുർആൻ ഹാഫിലിൻ്റെ ഖബറിടം ആണെന്ന് മനസ്സിലായി. അതിനുശേഷം അവിടെ പ്രത്യേകമായി കെട്ടുകയും സിയാറത്ത് തുടങ്ങുകയും ചെയ്തു. പുത്തനങ്ങാടിയിൽ എല്ലാ വർഷവും ഉറൂസ് നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പുത്തനങ്ങാടി മസ്ജിദ് അനവധി മഹാന്മാർ അന്തിയുറങ്ങുന്ന സ്ഥലമാണ്. കഴിയുന്നവരെല്ലാം ഇവിടെ സിയാറത്ത് ചെയ്താൽ ആത്മീയ ഉത്കർഷത്തിന് കാരണമാകും. അള്ളാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ നിറവേറ്റിത്തരട്ടെ. ആമീൻ. മധുഹുകൾ പാടുന്നേ ഖാജ ഹുസൈനോരേ, ടിപ്പു സുൽത്താനോരേ, കാലത്ത് വന്നോരേ, ടിപ്പുവിൻ സൈന്യത്തിൻ നേതാവുമായോ